പൂഞ്ചിലെ ഭീകരാക്രമണത്തിൽ വനമേഖലയിലെ തെരച്ചിൽ ശക്തമാക്കി സംയുക്ത സേന. സുരക്ഷാ സേന വധിച്ചത് ലഷ്കർ ഇ തൊയ്ബ പരിശീലനം നൽകിയ കൊടും ഭീകരൻ ക്വാരി എന്ന് സ്ഥിരീകരിച്ചു. ഭീകരർക്ക് പ്രാദേശിക സഹായം നൽകിയവർക്കായി അന്വേഷണം തുടരുകയാണ്. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആർക്ക് എങ്ങനെയാണ് സേനയുടെ അന്വേഷണം, ഓപ്പറേഷൻ പുരോഗമിക്കുന്നത്? വളരെ ശക്തമായിട്ടുള്ള തെരച്ചിലാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. നമുക്ക് സൈനിക വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഒരുപക്ഷെ നമുക്ക് ഈ പുറത്തുനിന്ന് കാണുന്ന ഒരു സാഹചര്യമല്ല ആ മേഖലയിൽ ഉള്ളത്. പ്രത്യേകിച്ച് കൊടും തണുപ്പിന്റെ ഒരു സാഹചര്യം വന്നതോടുകൂടി വനമേഖലയിലേക്ക് പ്രവേശിക്കാൻ പോലും ദുഷ്കരമാകുന്ന ഒരു അവസ്ഥയാണുള്ളത്. ആ ഘട്ടത്തിലാണ് ഈ ഗുഹകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഭീകരർ ഒളിഞ്ഞിരിക്കുകയും തരം കിട്ടുമ്പോൾ പുറത്തിറങ്ങി നാട്ടുകാരെയും സേനാംഗങ്ങളെയും വധിക്കുകയും ചെയ്യുന്ന ഒരു ക്രൂരമായിട്ടുള്ള അവരുടെ പ്രവൃത്തികൾ ഉള്ളത്. ഇത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. ഇതിനകം തന്നെ സംഘങ്ങളായിട്ട് തിരിഞ്ഞ് വനമേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ അത് രാപകൽ വ്യത്യാസമില്ലാതെ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇത് കൂടാതെ പ്രാദേശികമായിട്ട് ചില സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന വ്യക്തമായിട്ടുള്ള തെളിവുകളും സേനയുടെ പക്കലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ 5 പ്രദേശവാസികളായിട്ടുള്ള ആളുകളെ ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇവരിൽ ചിലർക്ക് ഭീകരവാദ ബന്ധമുണ്ട് എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പണം കൈപ്പറ്റി ഈ ഭീകരർക്ക് സഹായം നൽകി എന്ന നിഗമനമാണ് ഇപ്പോൾ സേനാംഗങ്ങൾ നടത്തുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ തുടർന്ന് വരികയാണ്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാന നടപടികൾ NIA കൂടി അന്വേഷണം ഏറ്റെടുത്ത പശ്ചാത്തലത്തിൽ ഉണ്ടാകും. ഈ ക്വാറിയാണ് കൊല്ലപ്പെട്ട ഭീകരൻ എന്നത് ഉറപ്പിക്കാൻ സാധിച്ചത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ എത്രത്തോളം ശക്തമായിരുന്നു എന്നും അതിലുള്ള പാകിസ്ഥാൻ ബന്ധം വ്യക്തമാക്കുന്നതുമാണ്. കഴിഞ്ഞ ദിവസം ചില നിഴൽ സംഘടനകളെ മുൻനിർത്തി ഈ പ്രധാനപ്പെട്ട സംഘടനകൾ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ അവരുടെ ബാധ്യതയിൽ നിന്ന് ഒഴിവാകാനായിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. അതിനുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഈ ക്വാരിയാണ് ഈ ഇതിന്റെ എല്ലാം പിന്നിലുള്ളത് എന്ന ഒരു തിരിച്ചറിവ് ഇപ്പോൾ സേനയ്ക്ക് വ്യക്തമാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. എന്തായാലും പൂഞ്ചിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. സൈന്യത്തിന്റെ ശക്തമായ തെരച്ചിൽ തന്നെയാണ് മേഖലയിൽ തുടരുന്നത്. രാധാകൃഷ്ണനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.